കഴിഞ്ഞ ആഴ്ചയിലെ നമ്മെ ബാധിക്കുന്ന നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 വാർത്തകളും അതുമായി ബന്ധപ്പെട്ട നിയമ വിശകലനവും തുടർന്നുള്ള ചില വാർത്തകളും ഷെയർ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. ഹോട്ടലുകൾ വീണ്ടും പരിശോധന. ഹോർമോസ് പിന്നെയും അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഷിഗില്ല ബാക്ടീരിയ പടർന്നു പിടിക്കുന്നു, ജാഗ്രത പാലിക്കുക. പ്രിയദർശിനി പദ്ധതി തുടരാം, പൊതുതാൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭയിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി കേരള ഹൈക്കോടതി. കേരളത്തിൽ പല ഹോട്ടലിൽ നിന്നും പഴകിയ ആഹാരങ്ങൾ പിടിച്ചെടുത്തു. ഇങ്ങനത്തെ വാർത്ത നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇങ്ങനെ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെയാണ് നിങ്ങൾ വിവരം അറിയിക്കേണ്ടത്. അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായ ഓഫീസർ. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ നമുക്ക് നല്ല സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നു ഇറാൻ US ഇസ്രായേലിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പക്ഷേ ഇസ്രായേൽ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്ന വാർത്തയാണ് വരുന്നത്. അവർ ഒമാൻ ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇറാൻ പിന്നെയും ആക്രമണം തുടങ്ങി. ഹോർമോസ് കടലെടുക്ക് അടച്ചു എന്നാണ് വാർത്ത വരുന്നത്. തുടർന്ന് നമുക്ക് പെട്രോളിനും മറ്റ് അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. ഈ നാളുകളിൽ ഷിഗില്ല വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പുറത്തുനിന്നും ബേക്കറികളിൽ നിന്നും പുറത്തുനിന്നും ജ്യൂസും മറ്റും വെള്ളം കുടിക്കുന്നതൊക്കെ ഒഴിവാക്കുക. അത് മാരകമായ വൈറസാണ്, വളരെ ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രൊജക്റ്റായ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ വന്നു. ഈ പദ്ധതി നിർത്തലാക്കണമെന്ന ആ ഒരു പൊതുതാൽപര്യ ഹർജിയാണ്. പക്ഷേ അത് ഹൈക്കോടതി തള്ളി. അമ്മമാർക്കും പെങ്ങന്മാർക്കൊക്കെ അത് ആശ്വാസമാണ്. നിങ്ങൾക്ക് തുടർന്നും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു തർക്കം BJP കോൺഗ്രസ് MLA-മാരെ ഹൈക്കോടതി അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കാര്യവും തുടർന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്ത കാര്യമൊക്കെ നാം അറിഞ്ഞു കാണുമല്ലോ. കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 143 വ്യക്തമായി പറയുന്നു, ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്യാം, അല്ലാതെ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുവാനായി സാധിക്കില്ല. അങ്ങനെയാണ് BJP കോൺഗ്രസ് MLA-മാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ റീനയുടെ കേസ് ആരോഗ്യവകുപ്പിൽ നിന്നും ഡോക്ടർ റീനയെ സസ്പെൻഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. അവിടെ നിന്ന് അവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി സമീപിക്കുന്നു. ഹൈക്കോടതി അവർക്ക് അനുകൂലമായി ലഭിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ലഭിച്ച ആ ഉത്തരവിനെ ഹൈക്കോടതി റദ്ദാക്കുന്നു. ആറ്റുകാലുണ്ടായ സംഭവം നമ്മെ എല്ലാവരെയും ഞെട്ടിച്ച സംഭവമാണ്. അവിടെ ഒരു യുവതി ജീവൻ ഒടുക്കിയിരിക്കുന്നു. അവരുടെ വാക്ക് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അവരുടെ വിഷമം പങ്കുവയ്ക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം അവർക്ക് വരില്ലായിരുന്നു. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക, അവരെ മനസ്സിലാക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകുക. തുടർന്ന് മാരേജിനെ പറ്റി ആലോചിക്കുക. അവരോടൊപ്പം എപ്പോഴും നിങ്ങളുണ്ടെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. കാരണം അവരുടെ ജീവനാണ് നമുക്ക് വലുത്. ദയവായി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്താ നിയമ വിശകലനം കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു സൺഡേയും നല്ലൊരു വീക്കും ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച, അടുത്ത സാറ്റർഡേ ഇതേപോലെ കാണാം.